Hello everyone. Hi മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഓക്കെ, ഹാപ്പി ആയിട്ടുള്ളവരെല്ലാം യെസ് എന്ന് കമന്റ് ഇടൂ. നിങ്ങള് കഴിഞ്ഞ നമ്മുടെ ഫ്രീ വെബിനാറുകൾക്കൊക്കെ തന്ന കമന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ടീച്ചറും ആ വെബിനാർ ക്ലാസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കണ്ടന്റ് ആണ്, ഞങ്ങൾക്ക് ഒത്തിരി അറിവ് കിട്ടുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങളുടെ കമന്റുകളാണ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് പ്രചോദനമാവുന്നത്. സോ എന്റെ മക്കള് നല്ല നല്ല കമന്റ്സ് ഇടുക, കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മുടെ 11 ഡേയ്സ് ലൈവിന്റെ ഡേ 6 ആണ്. ഓക്കെ, യെസ്. ഇപ്പൊ ഒരുപാട് പേര് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, സ്ഥിരം എന്റെ വീഡിയോസിന് താഴെ വരുന്ന ഒരു കമന്റ് ആണ്, ടീച്ചർമാ എന്റെ ഭർത്താവ് ഭയങ്കര നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഭാര്യ നെഗറ്റീവാണ്, മക്കള് ഭയങ്കര നെഗറ്റീവാണ്, മദർ ഇൻ ലോ പിന്നെ പറയേ വേണ്ട നെഗറ്റീവാണ്, വീട്ടിലാണെങ്കിൽ ഒരു സന്തോഷം ഇല്ലാത്ത അവസ്ഥ. ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾക്കിടയിൽ ഞാൻ എങ്ങനെ പോസിറ്റീവായിരിക്കും? അപ്പോ നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്ന 7 പവർഫുൾ സീക്രട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ ഒരു പേനയും ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കാം. ടീച്ചർ പറഞ്ഞിരുന്ന ഓരോ പോയിന്റ്സും എഴുതിയെടുക്കുക കേട്ടോ. ഇത് ലൈഫിൽ അതുപോലെ അങ്ങ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലൈസ് ചെയ്യുക. അതായത് ആളുകൾ നമ്മളോട് നെഗറ്റീവായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവര് റിഫ്ലക്ട് ചെയ്യുന്നത് അവരുടെ പെയിനാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ മക്കളെ, അവര് നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഇവർ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവര് കുറെ അധികം പെയിനിലും ഫ്രസ്ട്രേഷനിലും അവർക്ക് ജീവിതത്തിലുള്ള കുറെ പ്രശ്നങ്ങളും കൊണ്ട് ഇങ്ങനെ നടക്കുക, വൈറസ് കയറി നടക്കുക. ഈ വൈറസ് ആരിലേക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇവര് നടക്കാം. അപ്പോഴായിരിക്കും നമ്മളെ വാക്കിന് കിട്ടുന്നത്, അവര് നമുക്ക് ഇട്ടുതരും. മനസ്സിലാവുന്നു? അപ്പൊ അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ അവർക്ക് അത്രയ്ക്കുള്ള അറിവേ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ അങ്ങനെ അവരുടെ ആ ഒരു ബോധതലം എന്ന് പറയുന്നത് വളരെ താഴ്ന്ന ബോധതലത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആൾക്കാർ ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പേഴ്സണലായി എടുക്കാതിരിക്കുക. നമ്മൾ അതിനെ എടുത്ത് മനസ്സിലേക്ക് വെച്ചിട്ട് ആ വ്യക്തി എന്നോട് അങ്ങനെ പെരുമാറി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അവരിങ്ങനെ പെരുമാറാൻ പാടില്ല, ഇവരിങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എനിക്ക് വിഷമമായത്, അവരത് പറഞ്ഞത് കൊണ്ടാ എനിക്ക് ദേഷ്യം വന്നത് എന്ന് പറയാതെ നമ്മൾ മനസ്സിലാക്കുക, ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് പെയിനിലാണ്, അവര് സങ്കടത്തിലാണ്, അവര് വിഷമത്തിലാണ്, അതാണ് അവര് റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ അത് പേഴ്സണലി എടുക്കണം. നമ്മൾ അവരെ മനസ്സിലാക്കുക, ആ വ്യക്തി പെയിനിൽ ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പെരുമാറുന്നത്. അത് നമ്മൾ പേഴ്സണലി എടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം അല്ലേ മക്കളെ? നമ്മൾ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, അതെന്താ ആളുകൾ ഇങ്ങനെ, ഞാൻ എത്ര സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്നത്, ആളുകൾ എന്നോട് ഇങ്ങനെ എന്താ പെരുമാറുന്നതെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് വരും അല്ലെ? ഇപ്പോ ആരെങ്കിലും ഒക്കെ നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിമർശനത്തിന്റെ തലത്തട്ട. അപ്പൊ ഈ ആൾക്കാർ ഇങ്ങനെ വിമർശന ബുദ്ധി ഉള്ളത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് അവരുടെ ലൈഫിൽ ആരിൽ നിന്നും ഒരു അഭിനന്ദനം അല്ലെങ്കിൽ അപ്രീസിയേഷൻ ലഭിക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അവർക്ക് ലഭിക്കാതിരുന്ന ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ ഒരു നെഗറ്റിവിറ്റി, അതാണ് ഇവര് നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ പേഴ്സണലി എടുക്കാതിരിക്കുക. ഇനി രണ്ടാമത്തത് എഴുതിക്കോളൂ, പ്രൊട്ടക്ട് യുവർ എനർജി. നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് ചുറ്റും ഒരു എനർജി ഷീൽഡ് ഉണ്ട്, അതായത് ഒരു പ്രൊട്ടക്റ്റീവ് ജാക്കറ്റ് ഉള്ളതായിട്ട്. യൂണിവേഴ്സിൽ നിന്നൊരു സംരക്ഷണ വലയം നമ്മളിലേക്ക് വരുന്നു. നമ്മൾ ആ വലയത്തിനുള്ളിൽ സേഫ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ആൾക്കാരുടെ നെഗറ്റിവിറ്റി ഒന്നും എന്നെ ഏൽക്കില്ല, ഞാൻ ഈ യൂണിവേഴ്സിന്റെ പ്രൊട്ടക്റ്റീവ് ലെയറിനുള്ളിൽ സേഫ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണെന്ന് എപ്പോഴും ചിന്തിക്കാം. അതുപോലെ തന്നെ ഈ അഫർമേഷൻ ആവർത്തിച്ച് പറയാം മക്കളെ, ഐ ആം പ്രൊട്ടക്റ്റഡ്. എഴുതിക്കോളൂ, ഐ ആം പ്രൊട്ടക്റ്റഡ്. നിങ്ങൾ ഈ ഒരു ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഷീൽഡ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് യൂണിവേഴ്സിൽ നിന്ന് ഒരു വൈറ്റ് ലൈറ്റ് ഇങ്ങനെ നമ്മളിലേക്ക് വരുന്നു. നമ്മൾ അതിനകത്ത് പ്രൊട്ടക്റ്റഡ് ആണ്, സേഫ് ആണ് എന്നുള്ള ആ ഒരു സങ്കല്പം കൊടുത്തിട്ട് നിങ്ങൾ പറയണം, എല്ലാ ദിവസവും രാവിലെ പറയണം, ഐ ആം പ്രൊട്ടക്റ്റഡ്, നോ നെഗറ്റീവ് എനർജി ക്യാൻ എൻറ്റർ മൈ സ്പേസ്. ഈ പ്രൊട്ടക്ഷൻ ലെയറിനുള്ളിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയും കടക്കില്ല. ഞാൻ എപ്പോഴും സുരക്ഷിതനാണ്, അല്ലെങ്കിൽ സുരക്ഷിതയാണ്. നെഗറ്റീവ് എനർജി എന്റെ ഈ പ്രൊട്ടക്ഷൻ ലെയറിനുള്ളിലേക്ക് കടക്കില്ല. ഐ ആം പീസ്ഫുൾ ഓൾവേസ്. ഞാൻ എപ്പോഴും നല്ല സമാധാനമുള്ള വ്യക്തിയായിരിക്കും എന്ന് എല്ലാ ദിവസവും എന്ത് ചെയ്യണം? രാവിലെ നിങ്ങൾ മനസ്സിൽ ഈ ഒരു സങ്കല്പം കൊടുക്കണം. നമുക്കറിയാം എവറിത്തിങ് ഈസ് തോട്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓറ ലോക്ക്ഡ് ആവുകയും ഈ നെഗറ്റിവിറ്റി നമ്മളെ അഫക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ മക്കളെ?
യൂസ് ദ പവർ ഓഫ് സൈലൻസ്. ഇത് ഭയങ്കര അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണം. അതായത് ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, അല്ലെ നമ്മളിങ്ങനെ ചില ആൾക്കാരെ കണ്ടിട്ട് അവർ കുത്തി സംസാരിക്കുക, ആക്കി സംസാരിക്കുക, മുള്ളും മെനയും വെച്ച് സംസാരിക്കുക, അല്ലെ ഒരു എന്താ പറയാ, അവരുടെ ചിലരുടെയൊക്കെ സംസാര രീതി കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും, അല്ലെ. അപ്പൊ ഈ ആൾക്കാര് നമ്മളോട് എങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവര് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, വിഷമിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലുമൊക്കെ വിമർശിക്കുമ്പോൾ, നെഗറ്റീവ് പറയുമ്പോൾ ഇവര് പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്നും ഒരു നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും. അതായത് അവരെന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ട് നമ്മൾ ദേഷ്യപ്പെടണം, നമ്മൾ വയലന്റ് ആകണം, പൊട്ടിത്തെറിക്കണം, തിരിച്ചു പറയണം. ഇതായിരിക്കും അവര് നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് റെസ്പോൺസ് എന്താണെന്നറിയാമോ? ആളുകൾ എങ്ങനെ വേണേ പെരുമാറട്ടെ, അവര് തകർക്കോ ദേഷ്യപ്പെടോ ഒക്കെ ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റെസ്പോൺസ് എന്ന് പറയുന്നത് സൈലൻസ് ആണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു സൈലൻസിലേക്ക് എത്താൻ പറ്റും. ചിലർ വിചാരിക്കും ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ മിണ്ടാതിരിക്കണമെന്നൊക്കെ ഉണ്ട് ടീച്ചർ. ഈ കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് പെരുവിരലി ദേഷ്യം ഹരിച്ച് കയറി വരും. എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുള്ള ഒരു യെസ്. എന്റെ സ്റ്റുഡൻസ് ഒരിക്കലും പറയില്ല, നമ്മുടെ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവര് ഇത് ഒരിക്കലും പറയില്ല, അല്ലാത്തവർക്ക് അറിയില്ലല്ലോ അതിനെപ്പറ്റി. അപ്പൊ അവര് പറയും എനിക്ക് പെരുവിരലിയും ദേഷ്യം വരും, അപ്പൊ ഞാൻ തിരിച്ചു കൊടുക്കാതെ എനിക്ക് ഉറക്കം വരില്ല. പണ്ട് ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അടുത്ത സെക്കൻഡിൽ എനിക്ക് റിപ്ലൈ കൊടുത്തില്ലേ ഉറക്കം വരില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കാമായിരിക്കാനായിട്ട്, സൈലന്റ് ആയിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്തത് കൊണ്ടാണ് മക്കളെ. നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ് ആയിട്ടുള്ള സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ മനസ്സിനൊന്ന് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കുക. പലർക്കും അറിയില്ല എന്താണ് റീപ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ. മക്കളെ, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ്, ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ച വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞ് ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല, വിരോധമില്ല, വിദ്വേഷമില്ല, നമ്മുടെ മനസ്സ് നല്ല ശാന്തമായി പാസ്റ്റിലെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ നമുക്ക് പരിപൂർണ്ണ ആരോഗ്യത്തിലേക്ക്, നല്ല റിലേഷൻഷിപ്പിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി, സമ്പത്തും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതിന്റെ പുതിയ ബാച്ച് ഓഗസ്റ്റ് 2-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെയും അഡ്മിഷൻ എടുക്കാത്തവര് ടീച്ചറുടെ പേഴ്സണൽ സെക്രട്ടറി മിനിയെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. 9526549978 എന്നാണ് മിനിയുടെ നമ്പർ കേട്ടോ. മിനിയുടെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തിട്ട് സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ആള് നിങ്ങളെ ആഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഓൾറെഡി സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ മക്കളെ. ശരി, അപ്പൊ ഇനി 4ാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ മെന്റൽ ഫിൽറ്റർ. നിങ്ങളൊരു മെന്റൽ ഫിൽറ്റർ ഇടുക. അതായത് ഇവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുക ദിസ് ഈസ് നോട്ട് മൈൻ. അതായത് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊടുക്കാതിരിക്കുക. നമ്മുടെ ശ്രദ്ധ അതിലേക്ക് കൊടുത്ത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സാകെ കലുഷിതമാവും. നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നമുക്ക് ലക്ഷ്യങ്ങൾ വേണം. ടീച്ചറമ്മ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്, മക്കളെ ഗോള് സെറ്റ് ചെയ്യണം. ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങളുടെ കൺമുന്നിൽ എപ്പോഴും ആ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ടീച്ചർമ്മയുടെ ഏറ്റവും വലിയൊരു ഗോളായിരുന്നു 100K സബ്സ്ക്രൈബർ എന്നുള്ളത്, അല്ലെ. ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടു. നമ്മള് 100K എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് BMW X7 ഒരു വലിയ ഗോളായിരുന്നു. ആ ഗോള് നേടിയില്ലേ? ഇങ്ങനെ ഓരോ ഗോളിൽ നിന്ന് ഓരോ ഗോളിലേക്ക് ടീച്ചർമ്മ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ഓരോ കുഞ്ഞു സക്സസും വലിയ സക്സസും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതും. മക്കളെ, ആരും അങ്ങനെയൊന്നും പറയില്ല. ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? നിങ്ങളൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ട് കാണണം, നിങ്ങളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടണം. നിങ്ങളെല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും അലൈൻമെന്റിലും ജീവിക്കണം. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരികയും നിങ്ങൾ ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ ആകുകയും ചെയ്യും. അലൈൻമെന്റിലുള്ള ഒരു വ്യക്തി ഓരോ ദിവസം കഴിയുന്നു, ഒരു നിമിഷം കഴിയുന്തോറും സക്സസിൽ നിന്ന് സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളെ ഓരോരുത്തരെയും അലൈൻമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ടീച്ചർമാരുടെ ഡ്യൂട്ടി. അതുകൊണ്ടാണ് ഫ്രീ ക്ലാസ്സുകളും ഫ്രീ വെബിനാറുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒത്തിരി അറിവുകൾ ടീച്ചർമാർ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതെല്ലാം പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആളുകൾ ആവശ്യമില്ലാത്ത പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. ഞാൻ എങ്ങനെയാ ആളുകൾ പല കാര്യങ്ങളും ഇങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും ഇതൊന്നും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളല്ല. പിന്നെ എന്തിനാ നമുക്ക് വലിയ 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 സ്വപ്നങ്ങളുള്ളവർ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഇല്ലാതെ നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ പറയില്ല, എന്താ പറയാ, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന കുറെ മനുഷ്യരുണ്ട്. അവരുടെ കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരിലേക്ക് ഫോക്കസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ കാര്യം പോയി കിട്ടും. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരോട് അവരിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ചിന്തിച്ച് അത് നേടാനുള്ള വഴികളും ചിന്തിച്ച് അതിലേക്ക് പോകും. അതുപോലെ തന്നെ മക്കളെ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. അറിയാലോ, എന്തിനും ഏതിനും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി. നിങ്ങൾ ഈ നിമിഷം വരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ എപ്പോഴും നന്ദിയോടെ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി 5ാമത്തെ പോയിന്റ് എഴുതിക്കോളൂ, ലിമിറ്റ് എക്സ്പോഷർ. ലിമിറ്റ് എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കും. വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഇവരോടൊക്കെ പോയി സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം അതുപോലെ ആയിത്തീരും. മനസ്സിലാവും? ഇതൊരു സെൽഫിഷ്നെസ് അല്ല. ചിലർ പറയും, അങ്ങനെയാണെങ്കിൽ നമ്മളിലേക്ക് ഒതുങ്ങി ജീവിച്ച് അതൊരു സെൽഫിഷ്നെസ് ആയി പോവില്ലേ എന്ന് ചോദിക്കും. അങ്ങനെയല്ല മക്കളെ, ഇറ്റ്സ് നോട്ട് സെൽഫിഷ്നെസ്, ഇറ്റ് ഈസ് സെൽഫ് കെയർ. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു കെയർ ആണ് കേട്ടോ. അതുപോലെ എല്ലാവരോടും പൊളൈറ്റായിട്ട് പെരുമാറുക. വളരെ താഴ്മയോടെ, എളിമയോടെ, ബഹുമാനത്തോടെ പെരുമാറുക. ചിലരാണെങ്കിൽ എന്താ പറയാ, ഒരു റെസ്പെക്റ്റും ഇല്ലാതെ എടുത്തടിച്ചൊക്കെ സംസാരിക്കുന്നതാണ്. അങ്ങനെ ഒന്നുമില്ലാതെ വളരെ പൊളൈറ്റായിട്ട് പെരുമാറുക. അതുപോലെ തന്നെ ക്രിയേറ്റ് എ ഡിസ്റ്റൻസ് ഫിസിക്കലി ആൻഡ് ഇമോഷണലി. നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഒരു ഫിസിക്കലായിട്ട് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഇടണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിന്റെ റീസൺ എന്നറിയാമോ? യു ആർ ദ ആവറേജ് ഓഫ് 5 people you spend time with. So choose wisely. മനസ്സിലായോ? നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ സഹകരിക്കുന്ന 5 ആളുകളുടെ ആവറേജ് ആയിരിക്കും നിങ്ങളുടെ സ്വഭാവം. സോ നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ നെഗറ്റീവ് ആണോ? എപ്പോഴും അവരവരുടെ ലൈഫിലെ ഇല്ലായ്മകളെ കുറിച്ചും അവരുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്നവരാണോ? നമ്മൾ അവരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വഭാവം അങ്ങനെയായിപ്പോ. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളെ നോക്കിയാൽ മതി, നിങ്ങളുടെ സ്വഭാവം അറിയാൻ പറ്റുമെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്, നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കണം മക്കളെ. ഇനി 6ാമത്തെ പോയിന്റ് എഴുതിക്കോളൂ, റീപ്ലേസ് നെഗറ്റീവ് വിത്ത് പോസിറ്റീവ്. ചുറ്റിലും നെഗറ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിരിക്കാനായിട്ട് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം മക്കളെ. അതുപോലെ ഡെയിലി ഡാൻസ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള മ്യൂസിക്. ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇന്ന് ടീച്ചർ യൂട്യൂബിൽ ഷോർട്സ് ഇട്ട് നിങ്ങൾ കണ്ടു. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ എനർജി ഹൈ ആക്കും. നല്ല പോസിറ്റീവായിട്ടുള്ള മ്യൂസിക് കേൾക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് സഹകരിക്കുക. നിങ്ങൾ നോക്കി, ടീച്ചർമാരുടെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ എന്തോരം നല്ല കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. ലൈഫിൽ രക്ഷപ്പെടാനുള്ള, അടുത്ത ലെവലിലേക്ക് പോകാനുള്ള മക്കളെ ഗോള് സെറ്റ് ചെയ്യണം, അത് നേടണം, നിങ്ങൾ ഓരോ നിമിഷവും ഉയർച്ചയിലേക്ക് പോകണം, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ ഏറ്റവും നല്ല ആൾക്കാരായിരിക്കണം, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരായിരിക്കണം. മനസ്സിലാവുന്നു? അതുപോലെ യൂട്യൂബ് വീഡിയോസ്, നിങ്ങൾ കാണുന്ന വീഡിയോസ് നല്ല പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് കാണാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, യെസ്. ഇനി 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ബി എ ലൈറ്റ്. ഡോണ്ട് റിഫ്ലക്ട് അതേഴ്സ് ഡാർക്ക്നെസ്. അതായത് നമ്മൾ ഈ ആൾക്കാരുടെ നെഗറ്റീവായിട്ടുള്ള, നമ്മൾ സ്വയം ഒരു പ്രകാശമായി മാറുക, നമ്മളൊരു ശാന്തിയായി മാറുക, സമാധാനമായി മാറുക, നമ്മളൊരു സന്തോഷത്തിന്റെ കാന്തമായി മാറുക. ഈ ആൾക്കാർ ഇങ്ങോട്ട് നെഗറ്റീവായിട്ട് പെരുമാറുന്നതിനനുസരിച്ച് അവൻ ഇങ്ങോട്ട് കാണിച്ചു, ഞാൻ തിരിച്ച് അങ്ങനെ കാണിക്കും എന്ന് പറയാതെ അവരെന്തോ കാണിക്കട്ടെ. അവരുടെ ലൈഫ് അവരുടെ ചോയ്സ്, നമ്മുടെ ലൈഫ് നമ്മുടെ ചോയ്സ് അല്ലെ. അപ്പൊ നമ്മുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മൾ നല്ല സന്തോഷത്തിലിരിക്കുമ്പോ ആൾക്കാർ പറയും, ഇവൻ കുറച്ച് ഓവർ, അല്ലെ ഇവള് കുറച്ച് ഓവർ, ഇവളെന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറയും. ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ സന്തോഷം ഒരാൾക്കും വേണ്ടി അടിയറവ് പറയരുത് മക്കളെ. നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം. നിങ്ങളെ എത്ര ഹാപ്പി ആകാൻ നിങ്ങൾ ശ്രമിക്കുന്നോ അത്രയ്ക്കും നിങ്ങളെ ചവിട്ടി താഴത്തേക്കിടാൻ, നിങ്ങളെ വലിച്ചു താഴത്തേക്കിടാൻ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവര് പിന്നിൽ നിന്നും നിങ്ങളുടെ കുറ്റം പറയും, നിങ്ങളെ കളിയാക്കി ചിരിക്കും, നിങ്ങളെ വേദനിപ്പിക്കും, വിഷമിപ്പിക്കും. ഇതൊക്കെ എന്തിനാ? നിങ്ങൾ മുകളിലേക്ക് പോകാതെ ഇങ്ങനെ താഴേക്ക് വരാൻ വേണ്ടി ചെയ്ത. അപ്പൊ അവര് ചെയ്യുന്ന ഈ കാര്യങ്ങൾ കേട്ടിട്ട് തളർന്നിരിക്കണോ? ഫീനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ചു പറക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ മാത്രം ചോയ്സ്. അതുകൊണ്ട് എപ്പോഴും മനസ്സിലോർക്കുക, ആരൊക്കെ തളർത്താൻ നോക്കിയാലും ഞാൻ തളരില്ല. എന്ത് സാഹചര്യം എന്റെ ലൈഫിൽ വന്നാലും, എത്ര മോശം സാഹചര്യം വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും. ഞാൻ എന്റെ ലൈഫിൽ വിജയിക്കും. ഞാൻ സക്സസ് നേടിയിട്ടേ അടങ്ങും. സക്സസ് നേടിക്കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് ചെയ്യാമെന്നല്ല, അടുത്ത ലെവലിലേക്ക് പോകണം, മുമ്പോട്ട് പോകണം. ഈ ഭൂമിയിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും ടീച്ചറമ്മ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും കൂടെ ഉണ്ടാവും.
അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ എനിക്ക് വളരെ വാല്യൂബിൾ ആണ്. ഞാൻ ഓരോ കമന്റ്സും വായിക്കാറുണ്ട്. വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഇടുക. ഇനിയും സപ്പോർട്ട് തരിക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നാളെ ഡേ 7 വളരെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഇഷ്ടം വരുന്നതായിരിക്കും. അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ലവ് യു ഓൾ.